നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. ഗിവ് ദ ടൈലർ എക്സ്പാൻഷൻ ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഓഫ് 2 വേരിയബിൾസ്. ഇപ്പോൾ ടൈലർ എക്സ്പാൻഷൻ ഇത് കണ്ടല്ലോ, ടൈലർ എക്സ്പാൻഷൻ ആണ്. ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഓഫ് 2 വേരിയബിൾസ് അബൌട്ട് ദ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട്. കേട്ടോ, ഇവിടെ ഞാൻ എക്സ് നോട്ട് വൈ നോട്ടാണ് ഇട്ടേക്കുന്നത്. നമുക്ക് എ ബി എന്നാണ് പോയിന്റ് എങ്കിൽ അതനുസരിച്ച് നമ്മൾ മാറ്റി എഴുതിയാൽ മതി. ഈസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. അപ്പോൾ ആ ഫംഗ്ഷനിൽ ആ പോയിന്റ് ഉണ്ടല്ലോ, അത് രണ്ടും ഇട്ട് കൊടുക്കുക. പ്ലസ് 1 ഫാക്ടോറിയൽ ഡോ എഫ് ബൈ ഡോ എക്സ് എക്സ് മൈനസ് എക്സ് നോട്ട്. ഓക്കെ, പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ വൈ മൈനസ് വൈ നോട്ട്. അങ്ങനെ അപ്പോൾ ഇവിടെയൊക്കെ ഈ എക്സ് നോട്ട് വൈ നോട്ട് പോയിന്റ് ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ ഈ ഡോ എഫ് ഡോ എക്സ് കണ്ടുപിടിക്കുമല്ലോ, ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവുകൾ, അത് കണ്ടുപിടിച്ചിട്ട് അവിടെയും ഈ എക്സിനും വൈക്കും പകരം നമ്മൾ ഈ വാല്യൂം കൂടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, 1/2 ഫാക്ടോറിയൽ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ എക്സ് മൈനസ് എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് 2 ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് മൈനസ് എക്സ് നോട്ട് വൈ മൈനസ് വൈ നോട്ട് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ വൈ മൈനസ് വൈ നോട്ട് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടെ 1/2 ഫാക്ടറിൽ കാരണം 3 ടേം ഉണ്ട് അല്ലേ. പിന്നെ നമ്മൾ പ്ലസ് എക്സെട്ര ഇട്ടിരുന്നാൽ മതി. അപ്പം ഞാൻ ഈ വാല്യൂ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞത് നമ്മളൊരു പ്രോബ്ലം വരുമ്പോഴാണ് കേട്ടോ. ഡെഫിനിഷൻ ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ കണ്ടില്ലേ. ഗിവ് ദ ഫോർമുല ഫോർ വോളിയം എൻക്ലോസ്ഡ് ബൈ Z ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഓവർ ദ റീജിയൻ R. അപ്പോൾ വോളിയം എന്ന് പറയുമ്പോൾ നമ്മൾ ട്രിപ്പിൾ ആണ് മനസ്സിൽ വരിക. ഇതിപ്പോൾ Z ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആ ഒരു ടേംസിലാണല്ലോ തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഡബിൾ യൂസ് ചെയ്ത് എഴുതാം. ഗിവ് ദ ഫോർമുല ഫോർ വോളിയം എൻക്ലോസ്ഡ് ബൈ ഇത് V ഈക്വൽ ടു വോളിയത്തിൻ്റെ V ഇൻ്റഗ്രൽ ഓവർ R Z dx dy എന്ന് എഴുതുക. Question number 7. Evaluate the volume of cube of side A by triple integration. ട്രിപ്പിൾ ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്തിട്ട് ഐ ക്യൂബിൻ്റെ വോളിയം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. സൈഡും തന്നിട്ടുണ്ട് A. ഒരു ക്യൂബിൻ്റെ വോളിയം എല്ലാവർക്കും ഓൾറെഡി അറിയാമായിരിക്കുമല്ലോ. A ക്യൂബാണ് വരുന്നത് ആൻസർ. അപ്പോൾ നമ്മളതൊന്ന് എഴുതണം. ഇത് കണ്ടില്ലേ വോളിയം നമ്മൾ ആദ്യമേ. അപ്പോൾ എ എന്ന് തന്നിട്ടുണ്ട്. സോ നമ്മുടെ എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വാല്യൂ എ ആണ്. 0 to A 0 to A 0 to A എന്ന് എഴുതുക. ദെൻ നെക്സ്റ്റ് നമുക്ക് അപ്പോൾ എന്താണ് നമ്മൾ ഡി എക്സ് ഡി വൈ ഡി സെഡ് ഇട്ടാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഇവിടെ ഒരു 1 ഉണ്ടല്ലോ, ഡി എക്സ് ഡി വൈ ഡി സെഡിൻ്റെ ഇവിടെ ഫങ്ഷൻ ഒന്നുമില്ല, മീൻസ് 1 ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഇൻ്റഗ്രലിൻ്റെ റിസൾട്ട് സ്റ്റാൻഡേർഡ് റിസൾട്ട്സിൽ ഇൻ്റഗ്രൽ 1 ഡി എക്സ് ആണെങ്കിൽ അതിൻ്റെ ആൻസർ എക്സ് ആണല്ലേ. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ആണ് 1. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് 1 ആണ് എക്സ്. ഇതറിഞ്ഞിരിക്കുക. അപ്പോൾ 1നെ നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു ഡി എക്സിൽ ചെയ്യണം. അപ്പോൾ ഈ ട്രിപ്പിൾ ഇൻ്റഗ്രേഷൻ വരുമ്പോൾ ഇതിൽ ആദ്യം ഏത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് വാല്യൂ ഇതാ നമ്മളിങ്ങനെ ഒരു ബ്രാക്കറ്റിലോട്ടൊന്നാക്കിയിട്ട് ഇതിനെ വേണം ഫസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ 1ന് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ. സോ എക്സ് വരും വിത്ത് ലിമിറ്റ് 0 to A. ലിമിറ്റ് കൊടുക്കാൻ അറിയാലോ. ലിമിറ്റ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഈ റൂളാണ് ലിമിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സിന് A കൊടുക്കുക, പിന്നെ -0 എന്നല്ലേ വരിക ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ. അപ്പോൾ അത് ഞാൻ സ്കിപ്പ് ചെയ്തേക്കുവാണ്. അങ്ങനെ A. ഇനി 2 ഇൻ്റഗ്രൽ ഡി വൈ ഡി സെഡ്. നേരത്തെ പോലെ ഇനി അടുത്ത ഓർഡർ ഡി വൈ ആണ്. അപ്പോൾ ഓൾറെഡി A അവിടെ ഉണ്ട്. A ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിനവിടെ നിർത്തുക. പിന്നെ എയും പോയി കഴിഞ്ഞാൽ പിന്നെയും ഉണ്ടല്ലോ ഒരു 1. സോ ആ 1നെ വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ആയപ്പോൾ അതിൻ്റെ വാല്യൂ y ആയി, അതിൻ്റെ ഇൻ്റഗ്രൽ y ആയി വിത്ത് ലിമിറ്റ് 0 to A. അങ്ങനെ നേരത്തെ കൊടുത്ത പോലെ ലിമിറ്റ് കൊടുക്കണം. അങ്ങനെ ലിമിറ്റ് കൊടുത്ത് ഓൾറെഡി ഒരു A ഇവിടെയും കൂടെ വൈക്ക് കൊടുക്കുമ്പോൾ പിന്നെയും അവിടെ A വരികയാണ്. ഇനി ഒരു ഇൻ്റഗ്രൽ ഡി സെഡ്. സോ അവിടെയും ഒരു 1 ഉണ്ട്. ആ 1നെ വിത്ത് റെസ്പെക്ട് ടു ഡി ഇസഡിൽ ചെയ്യുവാണ്. സോ അതിൻ്റെ ആൻസർ പിന്നെ ഒരു A വരും അല്ലേ. എ അല്ല, അവിടെ ഇസഡ് എന്ന് വരും. പിന്നെ അവിടെ ലിമിറ്റ് 0 to A കൊടുത്തിട്ടാണ് A വരുന്നത് കേട്ടോ. അങ്ങനെയാണ് 3 A വരും. A ക്യൂബ്. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ. 8th ക്വസ്റ്റ്യൻ. ഡിഫൈൻ ജാക്കോബിയൻ ഓഫ് എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു യു വി. അപ്പോൾ ജാക്കോബിയൻ നമ്മൾ 2 വേരിയബിൾസിനും 3 വേരിയബിൾസിനും പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് 2 വേരിയബിൾസിനാണ്. അപ്പോൾ നമുക്ക് അത് ആദ്യം എഴുതാം.
ഇപ്പോൾ ജാക്കോബിയൻ 2 വേരിയബിളിൻ്റെതാണ്. അപ്പോൾ ജാക്കോബിയൻ്റെ പേര് തരാണ്ട് ചിലപ്പോൾ ഈ ഒരു രീതിക്കും ക്വസ്റ്റ്യൻ ചോദിക്കും. എക്സ് വൈ എന്നുള്ളൊരു ഫംഗ്ഷൻ നമ്മുടെ യു വിയുടെ ടേംസിലൊക്കെ ആയിരിക്കും തന്നേക്കുക. സോ ജാക്കോബിയൻ ഫോർ 2 വേരിയബിൾസ് ഡിറ്റർമിനൻ്റ് ആണിത്. ഡിറ്റർമിനൻ്റ് ആണ് ഡോ എക്സ് ബൈ ഡോ യു, ഡോ എക്സ് ബൈ ഡോ വി. അപ്പോൾ എക്സ് എന്നുള്ള വേരിയബിളിൻ്റെ ആ 2 വേരിയബിളും ആദ്യത്തെ റോ ആയിട്ട് എഴുതുക. ഡോ വൈ ബൈ ഡോ യു, ഡോ വൈ ബൈ ഡോ വി. ഒരേ കോളത്തിൽ വിത്ത് റെസ്പെക്ട് ടു വേരിയബിൾസ് സെയിം ആയിരിക്കണം. ഓക്കെ, ഇതാണ് എൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഒരു പ്രോബ്ലം ആണെങ്കിൽ ചോദിക്കുന്നതെങ്കിൽ അവിടെ ആ ഫംഗ്ഷൻസ് നമ്മൾ തന്നിട്ട് അവിടെ ഡോ എക്സ് ബൈ ഡോ യു അങ്ങനെയൊക്കെ എല്ലാം കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഡിറ്റർമിനൻ്റ് നമ്മൾ ചെയ്യുമല്ലോ, ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ, ആ ഒരു മെത്തേഡിൽ ഇവിടെ ചെയ്ത് ഫൈൻഡ് ചെയ്യണം ഫൈനൽ ആൻസർ. ഓക്കെ, ഇതിപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ആൻസർ എഴുതിയാൽ മതി. നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ ആണ്. ദ പൊസിഷൻ വെക്റ്റർ ഓഫ് എ പാർട്ടിക്കിൾ അറ്റ് എ ടൈം ടി. പൊസിഷൻ വെക്റ്റർ തന്നിട്ടുണ്ട്. ഫൈൻഡ് ഇറ്റ്സ് ആക്സിലറേഷൻ. അപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. അതായത് നമ്മൾ പൊസിഷനെ ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് എടുക്കുന്നതാണ് നമ്മുടെ വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റിനെ പിന്നെ ഡെറിവേറ്റീവ് എടുക്കണതാണ് ആക്സിലറേഷൻ. അപ്പോൾ ഇവിടെ പൊസിഷൻ വെക്റ്റർ തന്നിരുന്നാൽ അതിനെ 2 times ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ് ആക്സിലറേഷൻ. അപ്പോൾ ജസ്റ്റ് ഇതിനെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. ഒരു വേരിയബിളല്ലേ ഉള്ളൂ, നമ്മുടെ ടി ആണ്, ഒറ്റ വേരിയബിളിലുള്ളതാണ്. സോ നമ്മുടെ നോർമൽ ഡിഫറൻസിയേഷനാണ് അവിടെ ചെയ്യേണ്ടത്. 10th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ എ സോളിനോയിഡൽ വെക്റ്റർ ഫീൽഡ്. നമ്മൾ വെക്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ് സോളിനോയിഡൽ എന്നുള്ളത്, ആ ഒരു ടോപ്പിക്ക്. അപ്പോൾ അത് നോക്കാം. ഇത് 9th ആൻസർ ഡെറിവേറ്റീവ് ആണ്. നമ്മുടെ നോർമൽ ഡെറിവേറ്റീവ് എടുത്താൽ മതി, ഒരു വേരിയബിൾ അല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ടി സ്ക്വയർ എങ്ങനെ എടുക്കുമെന്ന് അറിയാമല്ലോ. ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2t. റിസൾട്ട് എന്ന് പറയുന്നത് എക്സ് റൈസ് ടു എൻ ആണെങ്കിൽ എൻ, എക്സ് റൈസ് ടു n-1 ഡെറിവേറ്റീവ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ടി സ്ക്വയർ 2t. അങ്ങനെ അതെടുത്താൽ മതി. പിന്നെ 2 കോൺസ്റ്റൻ്റ് അവിടെ നിർത്തിയിട്ട് 2t എന്ന് വരും. അങ്ങനെ 2 ഇൻറ്റു 2 4t. പിന്നെ i എവിടെ ഉണ്ട്, ഇവിടെയൊക്കെ 2 കോൺസ്റ്റൻ്റ് ആണ്. സോ അതുകൊണ്ട് 0 ആയിപ്പോയി. അങ്ങനെ 3, പിന്നെ ടിയുടേത് 1 ആണ്. ഡെറിവേറ്റീവ് ഓഫ് ടി എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ആ രീതിക്ക് സെക്കൻഡും എടുത്താൽ മതി, ആൻസറായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ജാക്കോബിയൻ ഫോർ 3 വേരിയബിൾസ് കൂടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ആ 3 വേരിയബിൾ ആവും. അപ്പോൾ എക്സ് വൈ സെഡ് വരും. അതുപോലെ ഇവിടെ വേരിയബിൾ പി ക്യു ആറിന് എല്ലാം അങ്ങനെ എടുത്ത് ഡിറ്റർമിനൻ്റ് എടുത്താൽ മതി. അപ്പോൾ ഈ സോളിനോയിഡലിൻ്റെ കൂടെ നമുക്ക് റൊട്ടേഷണൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ ഈ ഒരു ബാക്കി നോക്കാം. ഇതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കിതാ ഈ ഒരു 15th ക്വസ്റ്റ്യൻ കണ്ടില്ലേ, ചെക്ക് വെദർ എക്സ് ഡി വൈ പ്ലസ് 3y ഡി എക്സ് ഇസ് എക്സാക്റ്റ് ഓർ നോട്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് നോക്കിയിട്ട് മറ്റേ ക്വസ്റ്റ്യൻ നമുക്ക് പറയാം. അപ്പോൾ എക്സാക്റ്റിൻ്റെ കണ്ടീഷനാണ് എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0. ഈ ഒരു ഫോമിലുള്ള ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് ഈ ഒരു 2 പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡോ എം ബൈ ഡോ വൈയും ഡോ എൻ ബൈ ഡോ എക്സും ഈക്വൽ ആണെങ്കിൽ ആ ഒരു ഇക്വേഷൻ എക്സാക്റ്റ് ആവും. അപ്പോൾ നമ്മുടെ ആ ഒരു കണ്ട ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട്, എക്സ് ഡി വൈ പ്ലസ് 3y ഡി എക്സ്. അപ്പോൾ ഇതിൽ നോക്കിക്കേ, ഡി എക്സിൻ്റെ കോയിഫിഷ്യൻ്റാണ് എം. സോ ഇവിടെ ഡി എക്സിൻ്റെ കോയിഫിഷ്യൻ 3y ആണ്, അതാണ് എം. എൻ എന്ന് പറയുന്നത് ഡി വൈയുടെ കോയിഫിഷ്യൻ്റാണ്. സോ ഇവിടെ എക്സ്. അപ്പോൾ ഇനി നമ്മുടെ ആ ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതി. ഡോ എം ബൈ തിരിഞ്ഞു പോകരുത്, ഡോ എം ബൈ ഡോ വൈ ആണ്, വൈ. അപ്പോൾ 3y എന്നുള്ളത് 3 കോൺസ്റ്റൻ്റ്, ഡെറിവേറ്റീവ് ഓഫ് y 1 വരും. ഡോ എൻ ബൈ ഡോ എക്സ് ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ നമുക്കിത് രണ്ടും ഈക്വൽ അല്ലല്ലോ കിട്ടിയത്. അപ്പോൾ ഡോ എം ബൈ ഡോ നോട്ട് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. ദിസ് ഇസ് നോട്ട് എക്സാക്റ്റ്, not exact. Thank you.